welcome back to my channel. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള 5 ആപ്പുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ കുറേ കാലങ്ങളായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആപ്പുകളാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് എങ്ങനെ എന്തൊക്കെ ചെയ്യണം, നമുക്ക് വർക്ക് ആർക്കൊക്കെ അസൈൻ ചെയ്യണം, ഇതിപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ആപ്പാണ് കേട്ടോ. വെറും കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് മാത്രമല്ല, ജോലി ചെയ്യുന്നവർക്കും. ഇപ്പം മിക്ക ആൾക്കാരും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എങ്ങനെ ടൈം ഷെഡ്യൂൾ ചെയ്യാം, എങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാം, അങ്ങനെയുള്ള കുറച്ച് ആപ്പുകൾ നമുക്ക് മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും നമുക്ക് അവൈലബിൾ ആണ്. സോ അത് എന്തൊക്കെയാണോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒട്ടും താമസം കളയാതെ നമുക്ക് ആദ്യത്തെ ആപ്പിലേക്ക് പോകാം. ആദ്യത്തെ ആപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു ആപ്പാണ് ഇത്. അധികം ആരെയും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ വല്ലപ്പോഴും ഡേറ്റോ ഒക്കെ നോക്കാനേ നമ്മൾ എടുക്കാറുള്ളൂ. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും ആദ്യത്തെ ആപ്പ് ഏതാണെന്നുള്ളത്. നമ്മുടെ ഗൂഗിൾ കലണ്ടറാണ് ആദ്യത്തെ ആപ്പ്. അതൊരു പ്രൊഡക്ടിവിറ്റി ആപ്പാണ്, മനസ്സിലായോ? നമുക്ക് പ്രൊഡക്ടിവിറ്റി ആപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ കലണ്ടർ മിക്കവാറും വല്ലപ്പോഴും ഡേറ്റ് നോക്കാനോ അല്ലെങ്കിൽ ബർത്ത്ഡേയ്സ് ആനിവേഴ്സറീസ് മെൻഷൻ ചെയ്യാനേ യൂസ് ചെയ്യാറുള്ളൂ. അതല്ലാതെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കതിൽ അവൈലബിൾ ആണ്. ലൈക്ക് നമുക്ക് 7 to 8 എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാം. നമ്മുടെ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനർ ഇതാണ്. എൻ്റെ പ്ലാനർ, വർക്ക് പ്ലാനർ ഇതാണ്. ഇൻ ബക്കറ്റിൻ്റെ പ്ലാനറാണ് ഞാൻ യൂസ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പ്ലാനറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു ഗൂഗിൾ കലണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടുള്ള ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, യൂസസ് ഓഫ് ഗൂഗിൾ കലണ്ടർ. നമുക്ക് ഒരുപാട് ഡിസ്കവർ ചെയ്യാൻ പറ്റും. അപ്പം ഏതെങ്കിലും ഒരു ട്യൂട്ടോറിയൽ എടുത്ത് കണ്ടു നോക്കിയാൽ മതി. ഒരു റഫ് ഐഡിയ തരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. നമുക്കിതിൽ ലിസ്റ്റ് ഇടാൻ പറ്റും, ടാസ്ക് ചെയ്യാൻ പറ്റും, മീറ്റിങ്സ്, അപ്പോയിൻമെൻറ്റ്സ്, നോട്ട്സ്, ലിസ്റ്റ്, എന്താ പറയുക, കളർ കോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവൻ 7 to 8 മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 10 മണി to 11 മണി നമുക്ക് ഇന്ന കാര്യമുണ്ട്, ഇന്നത് അലാറം വെക്കണം, ഇന്നത് റിമൈൻഡർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ ഈ ഒരു ഗൂഗിൾ കലണ്ടറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കയ്യിലുള്ള ഒരു ബേസിക് ഒരു പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പാണ് ഈ ഒരു ഗൂഗിൾ കലണ്ടർ. നമുക്ക് മാക്സിമം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ യൂസ് ചെയ്തോളൂ. രാവിലെ പല്ല് തേക്കുന്ന തൊട്ട് രാത്രി കിടക്കുന്ന വരെ നമുക്കതിൽ മെൻഷൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് വർഷങ്ങളോളം വേണം, എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇത് ഇപ്പോൾ തൊട്ട് ഇനി ഒരു 10 വർഷത്തേക്ക് വേണമെങ്കിലും ഫുള്ളായിട്ട് നമുക്ക് ഇരുന്ന് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ ആദ്യത്തെ ആപ്പ് എൻ്റെ ഗൂഗിൾ കലണ്ടറാണ്. ഓക്കെ, രണ്ടാമത്തെ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ആസന എന്ന് പറയുന്ന ആസന അങ്ങനെ എന്തോ ആണ് പ്രൊണൗൺസിയേഷൻ, ASA ആണ്. സോ ആസന എന്ന് പറയുന്ന ഒരു ആപ്പാണ്. സോ ആസന എന്ന് പറയുന്ന ആപ്പ് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഡിസംബർ വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷമാണ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ക് ബക്കറ്റ് പ്ലാനർ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വർക്ക് പ്ലാനർ വെച്ച ശേഷമാണ് അത് വിട്ടത്. അതിന് മുന്നേ വരെ ഞാൻ എല്ലാം ലാപ്ടോപ്പിലാണ് എൻ്റെ വർക്ക് എല്ലാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആസന എന്ന് പറയുന്ന ആപ്പ് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ സെക്ഷൻസും ഓരോ ടൈൽസും അതിൽ തന്നെ നമുക്ക് പല ബ്ലോക്കുകളും ഞാൻ ചെറിയൊരു സൈഡിൽ കൊടുക്കാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ക്ലിപ്പ് ഞാനിവിടെ ഒന്നല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം അല്ലെങ്കിൽ സൈഡിൽ കൊടുക്കാം. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളത്. യൂട്യൂബിനായിട്ടുള്ളൊരു സെപ്പറേറ്റ് കോളം ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ കലണ്ടറുമായിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പെയ്ഡ് വേർഷനും ഉണ്ട്, അൺപെയ്ഡ് വേർഷനും ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഫ്രീ വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ വേർഷൻ തന്നെ യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രാഗൺ, യൂണിക്കോൺ സംതിങ് ഒരു പറന്നു പോകും. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് രണ്ടാമത്തെ ആപ്പ്. ഇതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ആസന എന്നുള്ള ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കണ്ടാൽ മതി. അപ്പം ഇന്ന് ഏതൊക്കെ ആപ്പുകൾ ഉണ്ട് എന്നുള്ളത് പരിചയപ്പെടുത്തുന്നത് മാത്രമായതുകൊണ്ടാണ് ഞാൻ ആപ്പുകളെ കുറിച്ച് മാത്രം പറയുന്നത്. ഓക്കെ, ഇതിനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ്, ഇൻഡിവിജ്വൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ ചെയ്യാം ഉറപ്പായിട്ടും. ഓക്കെ, മൂന്നാമത്തെ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആസന ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്ന മാതിരി തന്നെ വേറൊരു ആപ്പ് കൂടിയുണ്ട്, ട്രെല്ലോ എന്ന് പറയുന്ന ആപ്പ്. രണ്ടും എക്സാക്ട്ലി സെയിം പെർഫോമൻസ് ആണ്.
കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രസൻറ്റേഷനിൽ ഇഷ്ടം ആസനയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രെല്ലോ പണ്ട് തൊട്ടേ ഉള്ളൊരു ആപ്പാണ്. ഒരുപാട് പേര് ഇപ്പോഴും ട്രെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ട്രഡീഷണൽ വേയിലാണ് ട്രെല്ലോ ഇരിക്കുന്നത്. ശരിക്കും ഒരു കമ്പനി വൈസ് ട്രെല്ലോ ആയിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ പറയുന്ന 2 ആപ്പിലും ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഒരു 50 പേരുണ്ടെങ്കിലും നമുക്ക് 50 പേർക്കുള്ള വർക്കും എല്ലാം അസൈൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് എല്ലാവരും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു ടീമുണ്ട്, എൻ്റെ കൂടെ ഒരു 5 പേര് വർക്ക് ചെയ്യാണ്. ഇപ്പം ഞാൻ കണ്ടൻറ് ക്രിയേറ്റർ ആണല്ലോ. അപ്പോൾ എൻ്റെ വർക്ക് യൂട്യൂബ് വീഡിയോസ് എടുക്കുക, ഇപ്പം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുക, ക്യാമറാമാൻ ഞാൻ തന്നെയാണ്, കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പം എനിക്കൊരു 5 പേരുണ്ട് എൻ്റെ കൂടെയെങ്കിൽ ഞാൻ ചിലപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിക്കും, എഡിറ്റിംഗ് വർക്ക് ഒരാളെ ഏൽപ്പിക്കും. ഇപ്പം എൻ്റെ ജോലി വെറും ഷൂട്ട് ചെയ്യണം മാത്രമായിരിക്കും, കണ്ടൻറ് ഐഡിയാസ് വേറൊരാളെ ഏൽപ്പിക്കുന്നുണ്ടാവും. സോ ഞാൻ ഈ ആസനയോ ട്രെല്ലോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇതേപോലെ മീറ്റിംഗ് നേരിട്ട് കാണണം, ഫോൺ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് ഈ ആസന ട്രെല്ലോ വഴി നമുക്ക് വർക്ക് അതിൽ കൂടെ തന്നെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അയാളെ ടാഗ് ചെയ്താൽ മാത്രം മതി, അയാൾക്ക് ആ വർക്ക് പൊക്കോളും. ആ ആപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന വർക്ക് ഉണ്ട് എന്നുള്ളത് അതിൽ നോട്ടിഫിക്കേഷൻ വരും, അയാൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, തിരിച്ചയക്കും. എത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് 10-50 പേരെ ഈ ട്രെല്ലോയിലും ആസനയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ട്യൂട്ടോറിയൽസ് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ 3ാമത്തെ ആപ്പ്. പല ആളുകളും പറയുന്നതാണോ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എത്ര നേരം ഇരുന്നു, എത്ര സമയം ചിലവാക്കി, എത്ര സമയം ഇരുന്നു എന്ന് തന്നെ അറിയുന്നില്ല, ഈ സമയമൊക്കെ എവിടെ പോയി എന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് അറിയുന്നില്ല എന്ന് പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. സോ അത് നമ്മൾ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിന് എത്ര സമയം ചിലവിട്ടു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ആപ്പുണ്ട്. ടോഗിൾ എന്ന് പറയും, TOGGL എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. സോ ആ ഒരു ആപ്പ് ഫ്രീ ആണ്. നമുക്ക് പെയ്ഡ് വേർഷൻ ഉണ്ട്, ഞാൻ ഫ്രീ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ആപ്പിൽ നമുക്ക് പല കാര്യങ്ങളും ടൈം അറിയാനുള്ള ഓപ്ഷനുണ്ട്, ടൈമറുണ്ട്. അതിൽ അത് മിനിമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാം ലാപ്ടോപ്പിൽ. ഞാൻ പലപ്പോഴും എഡിറ്റിംഗ് വർക്ക് ചെയ്യും, അത് താഴെ മിനിമൈസ് ചെയ്തും. ഇപ്പം എനിക്കറിയാം ഞാൻ ഒരു വീഡിയോന് വേണ്ടിയിട്ട് എത്ര സമയം ചിലവിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് പല സബ്സെക്ഷൻസും നമുക്ക് കൊടുക്കാം. എഡിറ്റിങ്ങിന് ഇത്ര സമയം, ഷൂട്ടിങ്ങിന് ഇത്ര സമയം എന്നുള്ളതൊക്കെ നമുക്ക് സബ്സെക്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രൊജക്റ്റാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളൊരു പ്രൊജക്റ്റാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊജക്റ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്ത് അത് ക്ലിക്ക് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. ഇടയിൽ നമ്മൾ എണീറ്റ് പോവുകയാണ്, ബാത്റൂം പോവുകയാണ്, വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. നമ്മൾ ബാത്റൂം പോവുക അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് തിരിച്ച് വരികയാണെങ്കിൽ വീണ്ടും അത് ആ പോസ് ബട്ടൺ മാറ്റി പ്ലേ ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം കഴിയുന്ന സമയത്ത് നമ്മൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നമ്മൾ ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് ആ ഒരു ഗ്രിഡ് നമുക്ക് കാണാൻ പറ്റും. സോ അറ്റ്ലീസ്റ്റ് വി വിൽ ബി ഹാപ്പി. നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡെയിലി ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എഡിറ്റിംഗ് സമയത്ത് ഇത് മിക്കവാറും ഓൺ ചെയ്ത് വെക്കാറുണ്ട്. ഓൺ ചെയ്ത് വെക്കുമ്പോൾ എനിക്കറിയാം ഒരു 4 hours ഞാൻ ഒരു വീഡിയോ ക്രിയേഷന് വേണ്ടി ചിലവാക്കുന്നുണ്ട്, എൻ്റെ ഒരു ദിവസം പോകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, സോ അത് എനിക്ക് പലപ്പോഴും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നതാണ് നമ്മുടെ സമയം എവിടെ പോയി എന്നറിയില്ല, ഇത്രയും നേരം ഈ ഒരു പ്രോജക്റ്റിന് നമ്മൾ എത്ര സമയം ചിലവിടുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പം അതെല്ലാം ഈ ഒരു ടോഗിൾ ആപ്പിൽ കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 4ാമത്തെ ആപ്പ് നമ്മുടെ ടോഗിൾ ആപ്പാണ്. ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ ആപ്പുകളും നമുക്ക് മൊബൈലിലും വർക്ക് ചെയ്യാം, ലാപ്ടോപ്പിലും വർക്ക് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന ആപ്പ് ഞാൻ മൊബൈലിലാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത്, ലാപ്ടോപ്പിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മിക്ക മൊബൈലിലും ഉള്ളൊരു ആപ്പാണ്. നല്ല പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ളൊരു ആപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻ വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കും. സോ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ മൊബൈൽ എടുക്കും. ഇതിൽ പല മൊബൈലിലും പല ഓപ്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സെൻ മോഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സെൻ മോഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്നുണ്ടോ, നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്.
20 മിനിറ്റ്സ്, 1 മിനിറ്റ്, 30 മിനിറ്റ്, 40 മിനിറ്റ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കോളൂ, സ്റ്റാർട്ട് ചെയ്താൽ ഇനി ഇത് ഞാൻ കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി 1 മിനിറ്റ് നമുക്ക് ഈ ഫോണിൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമുക്ക് പല ടൈം ബ്ലോക്ക് ഉണ്ട്. അരമണിക്കൂറുണ്ട്, 1 മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട്. അങ്ങനെ നമുക്ക് പല ടൈമിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഒരു ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോൺ വന്നാൽ തന്നെ മിനിമൈസിൽ എന്താ പറയുക, സൈലൻറ്റിൽ കിടക്കുന്നുണ്ടാവും. കോള് നമുക്ക് വരുന്നത് തന്നെ അറിയില്ല, ഓട്ടോമാറ്റിക്കലി അത് സൈലൻറ്റിൽ പൊക്കോളും, നമുക്ക് അറിയാനില്ല. ഫോൺ അപ്പുറത്ത് നമ്മൾ സൈഡിലുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കൊണ്ട് വെക്കുകയാണെങ്കിലും കോൾ അവിടെ കിടക്കുന്നുണ്ടാവും, നമ്മൾ അറിയില്ല. നമുക്ക് നമ്മുടെ വർക്ക് കഴിഞ്ഞ ശേഷം ഫോൺ എടുത്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെയൊക്കെ ശബ്ദം വന്നാലാണ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നോക്കാനുള്ള ഒരു ത്വര കൂടുന്നത്. ഞാൻ യൂട്യൂബറാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും വിളിച്ചു, ഞാനിപ്പോൾ ഈ കോൾ എന്താ പറയുക, ഒന്നല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ വീഡിയോ കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ആ 1 മിനിറ്റിൽ എൻ്റെ ഫ്ലോ കട്ടാവുകയാണ് അല്ലേ. അപ്പം മിക്കവാറും ഞാനിപ്പോൾ എന്താ ചെയ്യാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ സെൻ മോഡിലിടും, ഷൂട്ട് ചെയ്ത ശേഷമായിരിക്കും ഞാൻ ചിലപ്പോൾ മൊബൈലെടുത്ത് നോക്കുന്നത് തന്നെ. അപ്പം ഈ ഒരു ആപ്പ് മിക്ക മൊബൈലിലും ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം. സോ ഒന്ന് തപ്പി നോക്കൂ, എവിടെയെങ്കിലും കാണാം. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു ആപ്പായിരിക്കും നമ്മുടെ മൊബൈലിൽ. അപ്പം ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ആപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് എൻ്റെ 5 ആപ്പുകൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റീവ് വേസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.